ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഡ്രാമ ഹബ്സ്. നമ്മൾ ഇന്ന് ഈ ഡ്രാമയുടെ നെക്സ്റ്റ് പാർട്ടാണ് കാണാൻ പോകുന്നത്. ഇപ്പോ ഹീറോയിനെ വിളിച്ചു കൊണ്ടുപോയി നമ്മുടെ ഹീറോയുടെ അനിയത്തി ഡോക്ടറെ കൂടെ നിർത്തി സംസാരിക്കാൻ തുടങ്ങി. അപ്പോ അനിയത്തി ഹീറോയും കൂടി ലവ് ചെയ്യുന്ന കാര്യമൊക്കെ പറയാൻ വന്നതും ഇനി എന്തായാലും രക്ഷയില്ല പെട്ടെന്ന് പറഞ്ഞിട്ട് അവള് മയങ്ങി വീഴുന്ന പോലെ അഭിനയിക്കുന്നുണ്ട്. ഹീറോയാണ് അവളെ ഓടി വന്ന് പിടിക്കുന്നത്. പിറ്റേ ദിവസം ഇവര് ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമായിരിക്കും. അപ്പോ ഹീറോയിന്റെ ഫോണിലേക്ക് സർദാർ വിളിച്ചിട്ട്, ഇന്നലെ നീ ഓക്കെ ആയിരുന്നില്ലേ? എനിക്ക് നിന്നോടൊന്നും ചോദിക്കാൻ പറ്റിയില്ല. എനിക്കൊരു അർജന്റ് സർജറി ഉള്ളതുകൊണ്ട് ഞാൻ നാട്ടിലേക്ക് പോകുവാണെന്ന്. ഇപ്പോ സർദാറും അനിയത്തിയും നാട്ടിലേക്ക് തിരികെ പോകുവാണ്. ഹീറോയിനും ഇല്ല പ്രശ്നമൊന്നുമില്ല, നമുക്ക് അവിടെ വന്നിട്ട് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യും. ഹീറോയുടെ അമ്മയാണെങ്കിൽ ഹീറോയിന്റെ അമ്മയോട്, നിങ്ങളെയും എസ് കെയെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അവരുടെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തുന്നതിൽ എന്താ നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചാല്, അയ്യോ എനിക്ക് 100 വട്ടം സമ്മതം. ഒസ്ഗോറിനെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. സൗകര്യം പോലെ നമുക്ക് എല്ലാം നോക്കി ചെയ്യാം. ആദ്യം നമുക്ക് പിള്ളേരോട് ഇതിനെ കുറിച്ച് സംസാരിക്കാമെന്ന് ഹീറോയിന്റെ അമ്മയും പറയുന്നുണ്ട്. അമ്മ ഹീറോയുടെ അടുത്തേക്ക് വന്നിട്ട്, എനിക്ക് എസ് കെയും ഫാമിലിയെയും ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിനക്ക് ചേരുന്ന കറക്റ്റ് ആയ പെണ്ണ് എസ് കെ തന്നെയാണ്. നിങ്ങൾ എത്രയും പെട്ടെന്ന് കല്യാണം കഴിച്ച് കാണണമെന്നാണ് എന്റെ ആഗ്രഹമെന്ന് അമ്മ പറയും. ഉടനെ ഹീറോയും, അമ്മ ഞങ്ങൾ കണ്ടുമുട്ടിയിട്ട് 2 മാസമേ ആകുന്നുള്ളൂ, അതിനുള്ളിൽ കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാന്ന് അവൻ ചോദിക്കും. ഞാൻ പറയുന്നത് കേൾക്ക് മോനെ, ലൈഫ് ലോങ്ങില് നിനക്ക് സന്തോഷം തരാൻ പോകുന്നത് ഇവളായിരിക്കും. അവളൊരു സുന്ദരി മാത്രമല്ല, ഒരു നല്ല കൊച്ചും കൂടിയാണെന്ന് അമ്മ അവനെ ബ്രെയിൻ വാഷ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. ഹീറോ അവിടെ ചെറുതായിട്ട് സൈലന്റ് ആയി പോകുവാണ്. ഇതേപോലെ ഹീറോയിന്റെ അമ്മയും അവളോട് വന്ന് പറയുന്നുണ്ട് കല്യാണത്തിനെ കുറിച്ച്. ഒസ്ഗോറിനെയും ഫാമിലിയെയും വളരെ ഇഷ്ടപ്പെട്ടു. അവൻ നിനക്ക് നല്ലൊരു പയ്യനാണ്. ഇതുവരെ നിനക്ക് റിലേഷൻഷിപ്പിൽ ഉണ്ടായ പ്രശ്നങ്ങളൊന്നും ഇനി ഉണ്ടാകാൻ പോകുന്നില്ല. നിങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണം എത്രയും പെട്ടെന്ന് എനിക്ക് കണ്ടേ പറ്റുമെന്ന് അമ്മ പറയും. ഇവര് രണ്ടുപേരും സംസാരിച്ചു പോയതിനു ശേഷം ഹീറോയിനും മീറ്റ് ചെയ്ത് ഈ കല്യാണ പ്രശ്നം എങ്ങനെ ഒഴിവാക്കാമെന്ന് അവർ സംസാരിക്കുന്നുണ്ട്. ഫ്രണ്ട്സിനോടും ഇതിനെപ്പറ്റി ഡിസ്കസും ചെയ്യുന്നുണ്ട്. ഹീറോയിന്റെ ഫാമിലീസ് ബീച്ച് സൈഡിലേക്ക് ഔട്ടിംഗ് പോലെ റിലാക്സ് ആവാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോ ഫാമിലിയുടെ മുമ്പിൽ വെച്ച് നമ്മുടെ ഹീറോയിനും മനഃപൂർവ്വം തമ്മിൽ അടിയുണ്ടാക്കുന്ന പോലെ അഭിനയിക്കുകയാണ്. അതുമല്ല, രണ്ടുപേരും തമ്മിൽ പറയാൻ പാടില്ലാത്ത കുറെ കാര്യങ്ങൾ പറഞ്ഞ് തല്ലുപിടിക്കുന്നു. റെസ്പെക്റ്റ് ഇല്ലാതെ തമ്മിൽ കണ്ണുപൊട്ടുന്ന ചീത്ത പറഞ്ഞ് ഇങ്ങനെ അടി കൂടുന്നത് കണ്ട് രണ്ടുപേരുടെയും ഫാമിലിക്ക് ഇങ്ങനെ എടുത്തു ചാടി കല്യാണത്തിനെ കുറിച്ച് പറഞ്ഞത് പ്രശ്നമായോ എന്ന് തോന്നും. ഇപ്പോഴേ ഇങ്ങനെയാണെങ്കിൽ കല്യാണം കഴിഞ്ഞ് എന്തായിരിക്കും? അതുകൊണ്ട് അവർ കല്യാണത്തിനെ കുറിച്ച് പറഞ്ഞത് പാടെ ഉപേക്ഷിക്കുകയാണ്. ഇപ്പോ കല്യാണ ഫംഗ്ഷൻ ഒക്കെ തീർന്നത് കൊണ്ട് എല്ലാവരും നാട്ടിലേക്ക് തിരിച്ചു വരുവാണ്. ഈ കല്യാണത്തിന്റെ ഇടയിൽ നമ്മുടെ ഹീറോയിനോട് ശരിക്കുള്ള ഒരു ഫീലിങ്സ് തോന്നി തുടങ്ങുവാണ്. ഹീറോയിനും തിരിച്ച് അവനോട് ഒരു ഫീലിങ്സ് ഉണ്ടായിരുന്നല്ലോ. സോ രണ്ടുപേരും തമ്മിൽ ഫീലിങ്സോട് കൂടി തന്നെ അവരുടെ നാട്ടിലേക്ക് തിരിച്ചു പോരുവാണ്. അവരവരുടെ വീട്ടിലേക്ക് കയറുന്നതിന് മുമ്പ്, നാളെ നീ നേരത്തെ തന്നെ ഹോട്ടലിലേക്ക് വരണം, വേണമെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും ഒന്നിച്ചു പോകാമെന്ന് പറയും. ഹീറോയുടെ ഹോട്ടലിന്റെ HR മാനേജർ ആണല്ലോ നമ്മുടെ ഹീറോയിൻ. ഇപ്പോ ഓക്കെ എന്ന് ഹീറോയിനും അവളുടെ റൂമിലേക്ക് പോയി. പിറ്റേ ദിവസം എഴുന്നേറ്റ് റെഡി ആയിട്ട് രണ്ടുപേരും ഒരുമിച്ചാണ് ഹോട്ടലിലേക്ക് പോകാൻ തുടങ്ങുന്നത്. ലിഫ്റ്റിനുള്ളിലേക്ക് കയറിയതും ഹീറോ അവളോട് ക്ലോസ് ആയിട്ട് വന്നിട്ട്, നീ നിന്റെ പെർഫ്യൂം ചേഞ്ച് ചെയ്തോ എന്ന് ചോദിക്കും. ഇല്ലല്ലോ, ഞാൻ പുതിയ ഷാമ്പു ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, ചിലപ്പോ അതായിരിക്കും. എന്താ സ്മെല്ല് കൊള്ളില്ലേ എന്ന് ചോദിച്ചാല്, ഇല്ലില്ല വളരെ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞ് അവളുടെ അടുത്തേക്ക് ക്ലോസ് ആയിട്ട് വരുമ്പോ കറക്റ്റ് ആയിട്ട് ലിഫ്റ്റിലേക്ക് സെക്യൂരിറ്റി ചേട്ടൻ കയറി വരുവാണ്. അവന്റെ റൊമാൻസ് അവിടെ കട്ടാകുന്നുണ്ട്. ഇപ്പൊ ഹോട്ടലിലേക്ക് കാണിച്ചാല് ഹീറോ അവളെ ഹോട്ടലിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നിട്ട് എല്ലാവരെയും ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കല്യാണ പരിപാടികളൊക്കെ കഴിഞ്ഞതുകൊണ്ട് ഇനി ഹീറോയുടെ ഫേക്ക് ഗേൾഫ്രണ്ട് ആയിട്ട് അഭിനയിക്കേണ്ട കാര്യം അവൾക്കില്ല. ഹീറോയിൻ വർക്ക് ചെയ്യുന്ന ഫസ്റ്റ് ഡേ ഇന്നായതുകൊണ്ട് ഡെന്നിസും ആൻഡിയും അവളെ വിഷ് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. അവരിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഹീറോയെ കാണാൻ വേണ്ടി യാസ്മിൻ വരുന്നത്. നമ്മുടെ ഹീറോയെ എങ്ങനെയെങ്കിലും വളയ്ക്കണം എന്ന പ്ലാനോട് കൂടിയാണ് ഈ യാസ്മിൻ പെണ്ണ് വന്നിരിക്കുന്നത്. ഹീറോയും യാസ്മിനും തനിയെ ഒരു ടേബിളിൽ പോയിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. ഇത് കണ്ട് നമ്മുടെ ഹീറോയിന് അത്ര പിടിക്കുന്നില്ല. അവൾ അവനെ തൊട്ടൊക്കെ സംസാരിക്കാൻ തുടങ്ങിയതും ഇവൾക്കാണെങ്കിൽ ഇവിടെ നല്ല ദേഷ്യം വരുന്നുണ്ട്. അപ്പോഴാണ് കറക്റ്റ് ആയിട്ട് സർദാർ അവളെ കോൾ ചെയ്യുന്നത്. അവൻ വിളിച്ചിട്ട് നമുക്ക് ഡിന്നറിന് പോയാലോ എന്ന് ചോദിച്ചാല് ഹീറോയോടുള്ള ദേഷ്യത്തിൽ അവള് പെട്ടെന്ന് ചാടിക്കേറി ഓക്കെ പോകാം എന്ന് സമ്മതിക്കും. ഡെന്നിസിനും ആൻഡിക്കും ഇത് കേട്ടപ്പോ സന്തോഷമായി. ആ യാസ്മിൻ ആണെങ്കിൽ ഹീറോയോട് നൈറ്റ് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ബായ് പറഞ്ഞിട്ട് പോയി. ഇപ്പോ ആൻഡിയും ഡെന്നിസും തിരികെ പോകാനായിട്ട് നിൽക്കുമ്പോ ഹീറോയുടെ അടുത്തേക്ക് വന്നിട്ട്, നീ എസ്കിയുടെ ലവ് ഗുരു ആയിരിക്കുന്നത് വർക്ക്ഔട്ട് ആകുന്നുണ്ടെന്നാ തോന്നുന്നത്. സർദാറും എസ്കിയും ഇന്ന് നൈറ്റ് ഡിന്നറിന് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഇവരുടെ ലവ് സെറ്റ് ആകുമെന്നാ തോന്നുന്നത്. നീ ചെയ്തു തന്ന ഹെൽപ്പിന് വളരെ നന്ദി എന്ന് ആൻഡി അവനോട് പറയുവാണ്. ഇത് കേട്ടതും ഹീറോയുടെ മുഖം വകി മാറി. ഹീറോയിൻ ഇപ്പോ അവരെല്ലാം പറഞ്ഞു വിട്ടിട്ട് ഹീറോയെ തനിയെ ഓഫീസിൽ വന്ന് കാണുന്നുണ്ട്. അവൾ വന്ന ഉടനെ തന്നെ അവൻ ചോദിക്കും, ഞാൻ നിന്റെ ലവ് ഗുരു ആയിരുന്നിട്ടും എന്നോട് ചോദിക്കാതെ നീ ഡിന്നറിന് ഓക്കെ പറഞ്ഞല്ലോ എന്ന് ചോദിക്കും. ഹീറോയിൻ ഉടനെ, നീ യാസ്മിന്റെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, നിങ്ങളുടെ ഇടയിലേക്ക് വന്ന് നിങ്ങൾക്ക് ഡിസ്റ്റർബ് ആകണ്ടെന്ന് കരുതിയാ ഞാൻ പറയാതിരുന്നത്. അവളെ എന്നെ കുറിച്ച് മോശമായിട്ട് പേപ്പറിൽ എഴുതിയതിൽ അവൾക്ക് കുറ്റബോധമുണ്ട്. അത് തിരുത്തണമെന്ന് അവൾക്ക് ആഗ്രഹമുണ്ട്.
ഞങ്ങൾ അതിനെക്കുറിച്ചാണ് സംസാരിച്ചത്. നീ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ലെന്ന് അവൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വരുവാണ്. ഞാൻ നിന്നെ കാണാൻ വന്നതിന്റെ മെയിൻ റീസണേ ഇപ്പോ നമ്മുടെ ഫാമിലി നമ്മുടെ ബ്രേക്കപ്പിന്റെ കാര്യം അറിയിക്കണം. എന്നാൽ ഈ ഫേക്ക് ലവേഴ്സ് ഗെയിമിന് ഒരു അവസാനം ഉണ്ടാകും. ശരി, ഞാൻ ഇപ്പൊ തന്നെ വിളിച്ച് പറയാമെന്ന് പറഞ്ഞ് ഹീറോ നേരെ അവന്റെ അമ്മയെ കോൾ ചെയ്ത്, അമ്മേ എനിക്കും എസ്ഗിക്കും ശരിയാവില്ല, ഞങ്ങള് ബ്രേക്കപ്പ് ചെയ്തു എന്ന് പറയുവാണ്. ഇത് കേട്ട അമ്മയ്ക്ക് ഇപ്പോഴാണ് ആശ്വാസമായത്. അന്ന് തമ്മിൽ ഇവര് വഴക്കുണ്ടാക്കുന്നത് കണ്ടപ്പോഴേ ഇവർ തമ്മിലുള്ള കല്യാണം വേണ്ട എന്ന് അമ്മ തീരുമാനിച്ചതാണല്ലോ. നമ്മുടെ ഹീറോയിൻ വന്നതും നൈറ്റ് ഡോക്ടറുടെ കൂടെ ഡിന്നറിന് പോകാൻ വേണ്ടി റെഡിയാകുന്നുണ്ട്. പക്ഷെ ഹീറോയിന് ഈ ഡിന്നറിന് പോകാൻ തീരെ താല്പര്യമില്ല. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ അവള് കൺഫ്യൂസ്ഡ് ആയി ശോകത്തില് ബാൽക്കണിയിൽ വന്നിരിക്കുമ്പോ ഹീറോ വരുന്നുണ്ട്. തിരക്കേടില്ല, ഞാൻ പറഞ്ഞു തന്നതുപോലെയൊക്കെ നീ ഡ്രസ്സ് ചെയ്ത് പോകുന്നുണ്ടല്ലോ, ഇത്തവണ എന്തായാലും ഡോക്ടർ നിന്നിലെ ഇംപ്രസ് ആകുമെന്ന് പറയുമ്പോ കറക്റ്റ് ആയിട്ട് ആ ടൈമിൽ ഡോക്ടർ കോൾ ചെയ്യുന്നുണ്ട്. ഡോക്ടറുടെ കോളാണ് അതെന്ന് അറിഞ്ഞതും ഹീറോ മുഖം തിരിച്ച് ഉള്ളിലേക്ക് കയറിപ്പോയി. ഡോക്ടർ പറയും, എനിക്കൊരു എമർജൻസി ഡെലിവറി കേസ് വന്നിട്ടുണ്ട്, നമുക്ക് നാളത്തേക്ക് ഡിന്നർ മാറ്റി വെക്കാമെന്ന് പറയുവാണ്. ആ ഡിന്നറിന് പോകാൻ പറ്റാത്തതിൽ ഹീറോയിന് വിഷമമൊന്നുമില്ല. ഹീറോയിൻ ഡിന്നറിന് പോകുന്നില്ലെന്ന് അറിഞ്ഞതും ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പി ആകുന്നുണ്ട്. അവളുടെ കൂടെ സംസാരിച്ച് ഒന്നിച്ച് ഫുഡ് കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ടുപോയി ചെറിയ രീതിയിൽ ക്ലോസ് ആയിട്ട് റൊമാൻസ് ഒക്കെ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. കുറച്ചു നേരത്തിനുള്ളിൽ നമ്മുടെ ആന്റിയും ഡെന്നിസും അവളുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് അവൾ അവളുടെ അപ്പാർട്ട്മെന്റിലേക്ക് തിരികെ പോയി. നൈറ്റ് ഹീറോ ഉറങ്ങിക്കിടക്കുമ്പോ സർദാറും നമ്മുടെ ഹീറോയിനും റൊമാൻസ് ചെയ്യുന്ന പോലെയും അതിന്റെ ഇടയ്ക്ക് ഇവൻ വന്ന് കയറുന്ന പോലെയും സ്വപ്നം കാണുന്നുണ്ട്. രാവിലെ ഈ സ്വപ്നം കണ്ടിട്ടാണ് അവൻ നെട്ടി എഴുന്നേൽക്കുന്നത്. എന്താ ഞാൻ ഇങ്ങനെയുള്ള സ്വപ്നങ്ങളൊക്കെ കാണുന്നത്, എന്റെ ഇന്നത്തെ ദിവസമേ പോയെന്ന് പറഞ്ഞ് അവൻ ദേഷ്യത്തിൽ എഴുന്നേറ്റ് വരുവാണ്. ഹീറോയിനും ഹാപ്പി ആയിട്ട് നല്ലപോലെ റെഡി ആയിട്ട് ഹോട്ടലിലേക്ക് പോയി. രണ്ടുപേരും ഒന്നിച്ചാണ് ഹോട്ടലിലേക്ക് പോകുന്നത്. ഇപ്പൊ ഹോട്ടലിലെ വർക്കുകളൊക്കെ കഴിഞ്ഞ് ഈവനിങ് ഡോക്ടർ കൂടെ ഇന്ന് ഈവനിങ് ഡിന്നർ ഉണ്ട്, ഞാൻ പോകുവാണെന്ന് പറയും. ഹീറോയും പാതി മനസ്സോടെ തലയാട്ടുന്നുണ്ട്. ഹോട്ടലിൽ ഇനി എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഡിന്നർ ക്യാൻസൽ ചെയ്യാമെന്ന് അവൾ പറയുന്നുണ്ട്. ഹീറോയും അതിന്റെ ആവശ്യമൊന്നുമില്ല, നീ ഡിന്നറിന് പോയിട്ട് വാ എന്ന് പറയും. അവൻ അവളോട് ഡിന്നറിന് പോകരുതെന്ന് പറയുമെന്ന് അവൾ പ്രതീക്ഷിച്ചിരുന്നു. ഇപ്പൊ ആ മറുപടി കേൾക്കാത്ത ദേഷ്യത്തില് അവൾ ഓക്കെയും പറഞ്ഞിട്ട് പോയി. ഹീറോയിൻ പോയി കഴിഞ്ഞതും അവന് നല്ലപോലെ ദേഷ്യം വരുന്നുണ്ട്. ഇവൻ വളരെ ടെൻഷനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കണ്ട് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് നോക്കി ചിരിക്കുന്നുണ്ട്. അവൻ ഹീറോയുടെ അടുത്തേക്ക് വന്ന്, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, എസ്ഗിക്ക് ആ ഡിന്നറിന് പോകാൻ തീരെ താല്പര്യമില്ല, അത് അവളുടെ മുഖം കണ്ടാലേ മനസ്സിലാകും. അവള് ക്യാൻസൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടും നീ എന്തിനാ അവളോട് പോകാൻ പറഞ്ഞത്? നിന്റെ വായിൽ നിന്ന് പോകണ്ട എന്ന വാക്ക് കേൾക്കാൻ വേണ്ടിയാണ് അവള് ചോദിച്ചത്. സോ പൊക്കോളൂ എന്ന് പറഞ്ഞിട്ട് ഇപ്പോ ഇരുന്ന് ടെൻഷൻ അടിച്ചിട്ട് എന്താ കാര്യം എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ടും പോയി. ഇപ്പോ ഹീറോയിനും വീട്ടിലേക്ക് വന്ന് റെഡിയായി ഡിന്നറിന് പോകാനായിട്ട് നിൽക്കുമ്പോഴാണ് കറക്റ്റ് ആയിട്ട് നാട്ടിൽ നിന്ന് അമ്മയും അച്ഛനും സർപ്രൈസ് എന്ന് പറഞ്ഞ് കയറി വരുന്നത്. ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് അവള് സർദാറിനെ വിളിച്ച്, അമ്മയും അച്ഛനും നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാല്, ഇറ്റ്സ് ഓക്കെ, നാട്ടിൽ നിന്ന് നിന്റെ അച്ഛനും അമ്മയും നിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ വന്നതല്ലേ, നമ്മുടെ ഡിന്നർ വേറൊരു ദിവസത്തേക്ക് മാറ്റി വെക്കാമെന്ന് പറയാണ്. ഇപ്പൊ ഹീറോയിൻ ആണെങ്കിൽ അമ്മയും അച്ഛനെയും കൂട്ടിയിട്ട് ഡിന്നറിന് പോയി. ഇവിടെ ഡിന്നറിലായിരിക്കുമ്പോ പാതി വെച്ചിട്ട് നമ്മുടെ ഹീറോ അവളെ കോൾ ചെയ്യുന്നുണ്ട്. എസ്ഗി നീ ഡിന്നറിലാണോ? ബിസി ആണെങ്കിൽ പിന്നെ സംസാരിക്കാമെന്ന് പറയുമ്പോ അവളും മനഃപൂർവ്വം അതെ ഞാൻ ഡിന്നറിലാണെന്ന് പറയും. ഇത് കേട്ട ഉടനെ ഹീറോ ഫോൺ കട്ട് ചെയ്ത് പോയി. പക്ഷെ അവൻ വിളിച്ചത് മുതൽ ഹീറോയിന് അവളുടെ ഫീലിങ്സ് എങ്ങനെയെങ്കിലും അവനോട് തുറന്നു പറയണം എന്നാണ് തോന്നുന്നത്. നൈറ്റ് ഡിന്നർ കഴിഞ്ഞ് അവള് വീട്ടിലേക്ക് വന്നതും ഇന്നെങ്കിലും അവനോടെല്ലാം തുറന്നു പറയണമെന്ന് പറഞ്ഞ് സംസാരിക്കാൻ വേണ്ടി അവള് ബാൽക്കണിയിലേക്ക് വരുവാണ്. അപ്പോഴാണ് നമ്മുടെ ഹീറോയുടെ കൂടെ ആ യാസ്മിൻ പെണ്ണുണ്ടല്ലോ അവൾ അവിടേക്ക് വരുന്നത് കാണുന്നത്. അവര് കാണാതെ ഹീറോയിൻ അവിടെ മറഞ്ഞു നിൽക്കുന്നുണ്ട്. ഈ യാസ്മിൻ ആണെങ്കിൽ ഹീറോയെ എങ്ങനെയെങ്കിലും വളയ്ക്കണമെന്ന് പറഞ്ഞാണല്ലോ നിൽക്കുന്നത്. സംസാരിക്കുന്നതിന്റെ ഇടയിൽ അവള് ഹീറോയെ പിടിച്ച് കിസ് ചെയ്യുവാണ്. ഇത് നമ്മുടെ ഹീറോയിനും കാണുന്നുണ്ട്. ഇത് കണ്ട ഹീറോയിന് ഭയങ്കരമായിട്ട് ഹേർട്ട് ആകുന്നുണ്ട്. അവള് തകർന്നു പോയി കരഞ്ഞിട്ട് അവിടെ നിന്ന് ഓടിക്കളയാണ്. പക്ഷെ അവൾ അവിടെ നിന്ന് പോയതിനു ശേഷം ഇവിടെ ഹീറോയാണെങ്കിൽ അവള് കിസ് ചെയ്തത് ഇഷ്ടപ്പെടാതെ അവളെ തള്ളി മാറ്റുന്നുണ്ട്. പക്ഷെ ഈ സീനൊന്നും കാണാതെ ഹീറോയിൻ തെറ്റിദ്ധരിച്ച് ഓടിപ്പോയി. ഇവിടെ ഹീറോ യാസ്മിനോട് എനിക്കിന്ന് മൂടില്ല, നമുക്ക് പിന്നെ കണ്ട് സംസാരിക്കാമെന്ന് പറഞ്ഞ് അവളെ നൈസായിട്ട് വീട്ടിൽ നിന്ന് പുറത്താക്കി. യസ്മിൻ ആണെങ്കിൽ ഹീറോയെ വളച്ചേ പറ്റൂ, അവനെ കൊണ്ട് ഇവളോട് ഐ ലവ് യു പറയിപ്പിച്ചിട്ട് അടങ്ങുമെന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഹീറോയിൻ റൂമിലേക്ക് വന്നതും പൊട്ടിക്കരയാൻ തുടങ്ങി. പിന്നെയും ഒരു തെറ്റായ പേഴ്സണെ ഞാൻ ലവ് ചെയ്യാൻ തുടങ്ങിയെന്ന് പറഞ്ഞ് അവളെ തന്നെ ബ്ലെയിം ചെയ്യാൻ തുടങ്ങി. ഇവിടെ നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ഇതുവരെ അവൾ വീട്ടിലേക്ക് വന്നില്ല എന്നാണ് ടെൻഷൻ. ഇത്രയും ലേറ്റ് നൈറ്റ് ആയിട്ടും അവൾ ഡിന്നർ കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നിട്ടില്ല എന്നാണ് നമ്മുടെ ഹീറോ വിചാരിച്ചിരിക്കുന്നത്. അതിന്റെ ടെൻഷനിൽ നമ്മുടെ ഹീറോ ഡ്രിങ്ക് ചെയ്തിട്ട് പാട്ടൊക്കെ കേട്ട് അവന്റെ ഡോഗുമായിട്ട് കളിച്ചോണ്ടിരിക്കുമ്പോ ഇത് ഇപ്പറേ ഇരിക്കുന്ന നമ്മുടെ ഹീറോയിൻ കേട്ടതും അവർ എൻജോയ് ചെയ്യുമായിരിക്കും എന്നാണ് ഇവള് തെറ്റിദ്ധരിക്കുന്നത്. നെക്സ്റ്റ് ഡേ ഹീറോ രാവിലെ തന്നെ എഴുന്നേറ്റ് ഹീറോയിൻ എപ്പോഴാണ് പുറത്തേക്ക് വരുന്നത് എന്ന് ബാൽക്കണിയിൽ വന്ന് നോക്കുന്നുണ്ട്. അപ്പോഴാണ് ഹീറോയിൻ അവന്റെ പട്ടിയെ കണ്ടതും അതിനെ കൊഞ്ചിക്കാൻ വേണ്ടി അവിടേക്ക് വരുന്നത്. ഇന്നലെ ഡോക്ടറുടെ കൂടെ ഡിന്നർ എങ്ങനെ പോയി എന്ന് ചോദിച്ചാല് വളരെ നന്നായിട്ട് പോയി, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു,
ഡോക്ടറെ പോലെ ഒരു പയ്യനെ എനിക്ക് കിട്ടാൻ വേണ്ടി ഞാൻ ഭാഗ്യം ചെയ്യണമെന്നൊക്കെ അവള് തട്ടിവിടാൻ തുടങ്ങി. ഇത് കേട്ട് ജലസില് ഹീറോയും അതെ ഞാനും ഇന്നലെ യാസ്മിന്റെ കൂടെ ആയിരുന്നു, ഞങ്ങളും എൻജോയ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് അവനും പകരത്തിന് തട്ടിവിടുവാണ്. രണ്ടുപേരും ജലസിയിലെ രാവിലെ ഹോട്ടലിലേക്ക് പോകുമ്പോഴും ഒന്നും മിണ്ടുന്നില്ല. ഹോട്ടലിൽ വെച്ച് രണ്ടുപേരും മൈൻഡ് ചെയ്യാതെ മുഖം പോലും നോക്കാതെ അവനവന്റെ ജോലികൾ ചെയ്യാൻ തുടങ്ങുവാണ്. ഇതോടെയാണ് ഈ പാർട്ട് ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത പാർട്ടുമായിട്ട് നമുക്ക് വേഗം തന്നെ കാണാം. അതുവരയ്ക്കും എല്ലാവർക്കും ബൈ.